Debate with Dr. Arun Kumar. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വാർത്താപ്പകലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഗരഹിത രാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു ഏരിയ സെക്രട്ടറി മാറി വന്നു. മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയും കുടുംബവും ഇന്ന് കാവിയണിഞ്ഞു. അതും BJP ഏറ്റവും കരുത്താർജിക്കുന്ന ചിറയൻകീഴ് മണ്ഡലത്തിലെ ഈ മാറ്റം CPM-ന് എന്ത് മുന്നറിയിപ്പാണ് നൽകുന്നത്? ഇതൊരു തുടക്കം മാത്രമാണ്. സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഇത്ര വേഗം കൂടുമാറാൻ കഴിയുമോ? അങ്ങനെ കൂടുമാറിയ മധു മുല്ലശ്ശേരി ഒരു യഥാർത്ഥ സഖാവായിരുന്നോ? അതല്ല, ഒരു യഥാർത്ഥ സഖാവാകാൻ കഴിയില്ലെങ്കിൽ മധു മുല്ലശ്ശേരിക്ക് ഒരു യഥാർത്ഥ സംഘപരിവാറുകാരനാകാനാകുമോ? ചോദ്യമാണ്. ഈ ചർച്ചയിൽ ഞങ്ങൾ മധു മുല്ലശ്ശേരിയാണ് അതിഥിയായി ക്ഷണിച്ചത്. മധു മുല്ലശ്ശേരി ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചർച്ചയ്ക്ക് ഒരു 45 മിനിറ്റ് മുമ്പ് മധു മുല്ലശ്ശേരി ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പകരം BJP പ്രതിനിധി C. ശിവൻകുട്ടിയാണ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നത്. CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാറും നമുക്കൊപ്പം ചർച്ചയിലുണ്ട്. രണ്ട് അതിഥികൾക്കും സ്വാഗതം. തീർച്ചയായും മധു മുല്ലശ്ശേരിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അനിൽകുമാർ താല്പര്യം പ്രകടിപ്പിച്ചു. കാരണം മധു മുല്ലശ്ശേരിയാണ് അപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അനിൽകുമാറിനെ ക്ഷണിച്ചത്. BJPയുടെ മുതിർന്ന നേതാവാണ് C. ശിവൻകുട്ടി. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ഞാൻ ശിവൻകുട്ടിയിലേക്കൊന്ന് പോകുന്നു. ശിവൻകുട്ടി, നിങ്ങൾ എന്തു വിശ്വസിച്ചാണ് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിലെടുത്തത്? 42 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹയാത്രികനായ, 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ, 6 വർഷം ഏരിയ സെക്രട്ടറിയായ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും പാർട്ടി സിദ്ധാന്തങ്ങളെക്കുറിച്ചുമൊക്കെ നാട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ കരുതിയ, അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു ഏരിയ സെക്രട്ടറിയെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കാവി എണീച്ച് സ്വീകരിച്ചത് എന്ത് വിശ്വാസത്തിലാണ്? അരുണെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മേഖലയിലും ശക്തിയാർജിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയവുമായി യോജിപ്പുള്ള എല്ലാ പേരും BJPയോട് സഹകരിക്കും. ചില ആൾക്കാർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനുഭാവികളായിട്ട് നിൽക്കും, ചിലർ സൈലന്റ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ രാഷ്ട്രീയ രംഗത്ത് അവരവരുടെ പ്രവർത്തന ശൈലിയുടെ വിശ്വാസമാണ്. പക്ഷെ അപ്പോഴും ഈ ഏരിയ മധു മുല്ലശ്ശേരിക്ക് ഇത്തവണ കൂടി ഏരിയ സെക്രട്ടറി സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ചടങ്ങ് ഉണ്ടാകുമായിരുന്നില്ല. അല്ല അരുണെ, അങ്ങനെ നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നിരവധി ആൾക്കാർ CPM-ൽ നിന്ന് BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ BJP-യിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയ രംഗത്ത് മധു മുല്ലശ്ശേരിക്ക് അവിടെയുണ്ടായ അവഗണന, അദ്ദേഹം 6 വർഷം CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ വിശ്വസിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് നേരിടുന്ന ഏറ്റവും കടുത്ത അവഗണന ഇത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ലല്ലോ. ഏരിയ സെക്രട്ടറിയിൽ നിന്ന് മധുവിനെ മാറ്റുന്നത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്ന രാഷ്ട്രീയ സംഭവമല്ല അരുണേ. പാർട്ടികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അവഗണനയാണോ, ഇപ്പോൾ പാർട്ടി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ അംഗീകാരമാണോ എന്നുള്ളത് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, CPM അങ്ങനെ അവഗണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരാളെയാണോ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചത്? അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളത് അരുണിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ്. അരുണിനെ നമ്മുടെ മധു CPM വിടുന്നത് ഒരു ദിവസം ആലോചിച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ. മധുവിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയിലെ 42 വർഷക്കാലം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തുകൊണ്ട് മാറി? അദ്ദേഹം മാറേണ്ട സാഹചര്യം എങ്ങനെയാണ്? പ്രതീക്ഷിക്കുന്നതില്ലെന്നും അല്ല, ഞാൻ ആരോടെ അങ്ങനെ വിവക്ഷിക്കാൻ സാധിക്കില്ലല്ലോ വിരണെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്? അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ?
അദ്ദേഹം പാർട്ടിയുടെ വർഗരഹിത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്റെ അരുണെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗരഹിത രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, മധുവിനെ പോലത്തെ വലിയ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അതിശക്തമായ അവഗണനയെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അതിലാണ് പോയിന്റ്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ ആ ചർച്ച തുടങ്ങി വെച്ചത് അവഗണന നേരിട്ട ഒരു പരിചയസമ്പന്ന രാഷ്ട്രീയ നേതാവിനെ പാർട്ടിയിലേക്ക് എടുത്തിരിക്കുന്നു. അത് സ്വാഭാവികമായ BJPയുടെ വളർച്ചയാണ്, CPM-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന്റെ സൂചനയാണ് എന്നാണ്. നമുക്കിപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാറുണ്ട്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഇതിനൊരു മറുപടി വേണം. കാരണം CPM-ൽ നേരിട്ട വലിയ അവഗണന 42 വർഷത്തിന് ശേഷം ഒരു നേതാവിനെ BJP ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. അത് സംഭവിച്ചിരിക്കുന്നത് ചിറയൻകീഴ് പോലൊരു മണ്ഡലത്തിലാണ്. ഇന്ന് അങ്ങയുമായി സംവദിക്കാൻ ഞങ്ങൾ ക്ഷണിച്ചത് മധു മുല്ലശ്ശേരിയാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം ചർച്ചയ്ക്ക് വരാൻ തയ്യാറായില്ല. പകരം BJP പ്രതിനിധിയാണ് ഒടുവിൽ നമുക്ക് ഈ ചർച്ചയ്ക്ക് അങ്ങയോടൊപ്പം സംവദിക്കാൻ കിട്ടിയത്. അതെന്തുമാവട്ടെ, പക്ഷേ മധു മുല്ലശ്ശേരി എന്ന നിങ്ങളുടെ ഏരിയ സെക്രട്ടറി BJPയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഇത്ര ദൂരമേ ഉള്ളോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവസരവാദികൾ ഉണ്ടാകുന്നത് പുതിയ ഒരു കാര്യമല്ല. എല്ലാ കാലത്തും ഒറ്റുകാരും അവസരവാദികളും തെറ്റായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെയൊക്കെ അവഗണിച്ചും നേരിട്ടും തന്നെയാണ് ലോകത്തെ വിപ്ലവ പ്രസ്ഥാനം, നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതേപോലെ തന്നെ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനം ഒക്കെ മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട അരുൺ പറയുമ്പോൾ എനിക്കൊരു ചെറിയ തെറ്റുതിരുത്തലുണ്ട്. ചിറയൻകീഴിൽ എന്തോ ഒരു പ്രത്യേക കാര്യം BJPക്ക് നേട്ടമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോയി കേട്ടോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലാവട്ടെ, തിരുവനന്തപുരം നഗരമാകട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, എന്തായിരുന്നു ഫലം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിലയും അവിടെ BJPക്കില്ല, UDFനില്ല. ഇടതുപക്ഷമാണ് മേൽക്കൈ ഉണ്ടായതെന്ന് തൂത്തുവാരിയ ഒരു വിജയം തിരുവനന്തപുരം ജില്ലയിലുണ്ടായി. ഇപ്പോൾ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കരയുടെ ഫലത്തിലും LDF ആത്മവിശ്വാസം കൊള്ളുന്നതിന് പ്രധാനപ്പെട്ട കാരണം LDF 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. ചേലക്കര അതല്ല. കേരള രാഷ്ട്രീയത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന LDF UDF തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി ഞങ്ങൾ കരുത്ത് തെളിയിച്ചു. സ്വാഭാവികമായും പാലക്കാടെന്നല്ല കേരളത്തിലാകെ ഒരു പ്രവണത ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിന്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷത്തിന്, ലോകസഭയിൽ വരുമ്പോൾ വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ ആറ്റിങ്ങലിലും ലോക്സഭയിൽ നിയമസഭയിൽ 1-ാം സ്ഥാനത്തെത്തിയത് BJPയാണ്. അതെ, അത് വളരെ ശരിയായ കാര്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താണ്? നിയമസഭയിലും 1-ാം സ്ഥാനത്ത് UDF എത്തിയ പല സ്ഥലങ്ങളിലും പിന്നീട് നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2019 ശേഷമുള്ള അനുഭവം എന്താണ്? ജനങ്ങൾ LDFനെ സ്വീകരിച്ചു. 35 സീറ്റ് കിട്ടുമെന്ന് കരുതി സ്വീകരണം നിർത്തിയ BJPക്ക് എന്ത് സംഭവിച്ചു? ആളുകൾ നല്ല ധാരണയുള്ളവരാണ്. നിയമസഭയിലേക്ക് എന്തിനാണ് ഈ തമ്മിലടിക്കുന്ന കൂട്ടരെ മത്സരിപ്പിക്കുന്നത്? നിയമസഭയിലേക്ക് എന്തിനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യുന്നത്? ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ജമാഅത്തെ ഇസ്ലാമി, SDPI, അവർക്ക് പ്രാമുഖ്യം കിടക്കുന്ന മുസ്ലിം ലീഗിന് പ്രാമാണികത്വം കൊടുക്കുന്ന ഒരു കേരളം എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഇതൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന്റെ മുല്ലശ്ശേരി കുടുംബവും നായർ കുടുംബവും പോയാൽ വലിയ ആഘാതമുണ്ടാകുമെന്നാണ് മധു മുല്ലശ്ശേരി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് പോയി, അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് ആളുകൾ വരാൻ പോകുന്നുവെന്ന് BJP സംസ്ഥാന നേതൃത്വം പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ചിറയൻകീഴ് മണ്ഡലത്തിൽ RSSനൊക്കെ നല്ല വേരുകളുള്ള ഇടമാണ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പല ജാതി രാഷ്ട്രീയങ്ങൾക്കും നല്ല സമവാക്യങ്ങളൊക്കെ ഉണ്ട്, ഇക്വേഷൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ 42 വർഷം നിങ്ങളുടെ പാർട്ടിയിലെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന ഒരാൾ ഇപ്പോൾ BJP ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. എൻ്റെ ചോദ്യം അതാണ്, സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുന്നത്? അനിൽകുമാർ, താങ്കൾ അവസരവാദി എന്നൊരൊറ്റ വാക്കിൽ അത് ഒതുക്കി. അതെ, ഞങ്ങൾക്കിത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പുതിയ അനുഭവമല്ല. ഞങ്ങളുടെ ഒരു MLA ഉണ്ടായിരുന്നു, ശെൽവരാജ്.
എന്താ സംഭവിച്ചത്? LDF 68, UDF 72. ഇപ്പോൾ 2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിക്ക് കൂടെയുള്ള ഘടകകക്ഷികളെ വിശ്വാസം വന്നില്ല. ഒരു കാലുമാറ്റത്തിന് എവിടെ നിന്നെങ്കിലും വഴി തേടി UDF. അവർ കാലുമാറ്റത്തിന് വഴി തേടിയപ്പോൾ CPM-നെ സംബന്ധിച്ച് സംഘടനാപരമായ തെറ്റുകളുടെ പേരിൽ നടപടിക്ക് വിധേയനാകാൻ തക്കവണ്ണം ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ഒരു MLA ഉണ്ടായിരുന്നു, സെൽവരാജ്. PC ജോർജും സെൽവരാജും ചേർന്ന് ഒരു കൂട്ടുകച്ചവടം നടത്തി. അവസാനം സെൽവരാജ് എവിടെ പോയി? അപ്പോൾ സെൽവരാജിൻ്റെ പിന്നാലെ ഒരു മുല്ലശ്ശേരി ഉണ്ടായി എന്ന് വിചാരിച്ച് ഞങ്ങളെ വല്ലതും ബാധിക്കുന്ന കാര്യമാണോ? പക്ഷെ നോക്കൂ, നിങ്ങളുടെ ചിറയൻകീഴ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഒരു ഏരിയ സെക്രട്ടറി അല്ലേ? അയാൾ പറയുന്നതനുസരിച്ച് 27 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ? ആ പാർട്ടി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് താൻ കാരണമായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. 8-14 വർഷം പാർട്ടി ഘടകങ്ങളുടെ സെക്രട്ടറിയേറ്റിരുന്ന ആളാണ്. ഞാൻ കോട്ടയത്തൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി പാർട്ടി മെമ്പർമാരുടെ തന്നെ പിരിവെടുത്ത് 53 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടാണ് കൂട്ടിക്കൽ 25 വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ചത്. 25 വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങിച്ചത് 4000-ഓളം പാർട്ടി മെമ്പർമാർ കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ മാത്രമാണ്. അങ്ങനെ 53 ലക്ഷം രൂപ പിരിച്ചു കൊടുത്ത പൊതുകാര്യത്തിന് ഇപ്പം തന്നെ CPM-ൻ്റെ അംഗങ്ങളും വർഗബഹുജന സംഘടനകളും കൂടി 50 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വയനാട്ടിൽ കൊടുത്തത്. അപ്പോഴാണോ ഈ മധു മുല്ലശ്ശേരിയുടെ 27 ലക്ഷമായിട്ട് അരുൺ വരുന്നത്? നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത് ഈ പാർട്ടിയെക്കുറിച്ച്? ഏതാണ്ട് 5-5 ലക്ഷം ആളുകൾ പാർട്ടി അംഗങ്ങൾ, ലക്ഷക്കണക്കിന് അനുഭാവികൾ, അവരൊക്കെ തന്നെ ത്യാഗനിർഭരമായി കൈപോയവര്, കാലുപോയവര്, ജീവിതം ഒരാളല്ല 3 പേര്. ഇത്തരം അവസരവാദികൾ വന്നാൽ അവസരവാദികൾ അതെ, അവസരവാദികൾ പോയാൽ പാർട്ടി ശക്തിപ്പെടുകയുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ ഒന്ന് വരാം ശ്രീ ശിവൻകുട്ടിയിൽ ചോദിച്ചിട്ട് വരാം. ശ്രീ ശിവൻകുട്ടി, ശ്രീ അനിൽകുമാർ അതിനെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അവസരവാദികളെയാണ്, അനുഭവിച്ചോ എന്നാണ്. അല്ല അരുണെ, ഞാനൊരു കാര്യം മിസ്റ്റർ അനിൽകുമാറിനോട് ചോദിച്ചോട്ടെ. ഈ 42 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ച മധു മുല്ലശ്ശേരി അവസരവാദിയാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചിരിക്കുകയല്ലേ? അപ്പോൾ അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? ഒരു പാർട്ടി പ്രവർത്തകനെ അയാൾ അവസരവാദിയാണോ പാർട്ടി പ്രവർത്തകനാണോ എന്ന് പഠിക്കുവാൻ ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സമാധാനം പറയേണ്ടത് അവരല്ലേ? ആദ്യം അവർ അതിന് മറുപടി പറയട്ടെ. അതൊരു ചോദ്യമാണ്. മുല്ലശ്ശേരി അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ ഈ ഒരു നേതാവിനെ അരുണെ, ഞാന് അനിൽകുമാർ എന്തെല്ലാം പറഞ്ഞു, ഈ വിഷയത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു. ഞാനിപ്പോ പറയുന്നത്, ഞാൻ മറ്റു വിഷയങ്ങളിലോട്ടൊന്നും പോയില്ല. ഞാൻ മധു മുല്ലശ്ശേരിയുടെ ചോദ്യത്തിന്റെ ഇദ്ദേഹം ചോദിച്ചു, അരുണ് ചോദിച്ചു മധു മുല്ലശ്ശേരിയുടെ, ഞാൻ അതിൽ മാത്രം നിന്നുകൊണ്ടാണ് മറുപടി പറയണേ. ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ കാര്യം. ഇത് അനിൽകുമാറിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, അവസരവാദ രാഷ്ട്രീയത്തെ കുറിച്ച് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് ശ്രീ V. മുരളീധരൻ മത്സരിക്കുന്ന സമയത്ത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 കൗൺസിലർമാരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോയി പർച്ചേസ് ചെയ്തു. നിങ്ങൾക്കറിയോ? അവരെ പാർട്ടിയിൽ നിന്ന് നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ മോഹിപ്പിച്ച് പാർട്ടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നേതാക്കന്മാരാണ് ഈ പറയുന്ന അവസരവാദത്തെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കറിയോ? എന്റെ അരുണെ, കരവാരം പഞ്ചായത്ത് BJP ഭരിക്കുന്നു. കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് കഴിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ അട്ടിമറിച്ച നേതാക്കന്മാരാണ് ഇവര്. പിന്നെ ഇവരെ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് ഇവർ പ്രസംഗിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തെ? അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, അനിൽകുമാർ പറഞ്ഞല്ലോ, എങ്കിൽ കൊഴിഞ്ഞാൻ പറയലെ സംഭവം എന്താ? കൊഴിഞ്ഞാൻ പറയലെ സംഭവം ആരാ? ഞങ്ങളാണോ? ഞങ്ങളല്ലല്ലോ കൊഴിഞ്ഞാൻ പറ സംഭവത്തിന്റെ ഉത്തരവാദികൾ. CPM-ന്റെ നേതാക്കന്മാർ. ശിവൻകുട്ടി, അല്ല അങ്ങനെയല്ലോ, അരുണെ അങ്ങനെയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ഓരോ സംഭവത്തെക്കുറിച്ചും പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ ഓരോ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം.
മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളോട് കാണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിക്കാത്ത നിലപാടുകളാണ് ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജോയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഉത്തരം പറയട്ടെ. ജോയിയുടെ ബൂത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ജോയി ഉത്തരം പറയട്ടെ. ജനങ്ങൾ BJPയോടൊപ്പം നിന്നു. അതാണ് മിസ്റ്റർ അനിൽകുമാർ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് മറുപടി നമുക്ക് അനിൽകുമാറിൽ നൽകാം. ഒരു നിമിഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയത് അരുണേ പ്ലീസ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നിൽ വന്ന സ്ഥലങ്ങളെല്ലാം അതെല്ലാം പോയി. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഞാൻ അനിൽകുമാറിന്റെ അടുത്ത് മറുപടി എടുക്കാം. അതിനുശേഷം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള കൂടി. സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് എത്ര ദൂരം എന്നതാണ് ചോദ്യം. ഇത്ര ചെറിയ ദൂരമേ ഉള്ളൂ. മധു മുല്ലശ്ശേരി കാണിച്ചു തന്നതുപോലെ അതല്ല, അത് അവസരവാദ രാഷ്ട്രീയമാണെന്നാണ് CPMന്റെ നിലപാട്. എന്നാൽ ഈ അവസരവാദ രാഷ്ട്രീയമുള്ളയാളെ തിരിച്ചറിയാൻ പാർട്ടി വൈകിയോ എന്നാണ് BJPയുടെ ചോദ്യം. കൊണ്ടും കൊടുത്തുള്ള ചോദ്യങ്ങളാണ് ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് എത്ര ദൂരം എന്നാണ് ചോദ്യം. അതിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ പൂർണ്ണമായും ഷൊർണൂർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏകദേശം 1.25 മണിക്കൂറോളം ഷൊർണൂരിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വള്ളത്തോൾ ആ പാലത്തിൽ കുടുങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസ് തിരിച്ച് ഷൊർണൂരിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ട്രെയിൻ പൂർണ്ണമായിട്ടും അവിടെ എത്തിച്ചു. അതിന് വാതിലുകൾ തുറന്ന് യാത്രക്കാരെ മറ്റൊരു തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാരും കാത്തിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരായി ഇപ്പോൾ ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ്. PK ശ്രീമതി ടീച്ചർ അടക്കം ആ വാഹനത്തിലുണ്ടായിരുന്നു, വന്ദേ ഭാരതിലുണ്ടായിരുന്നു. വന്ദേ ഭാരത് ഷൊർണൂരിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം അല്പസമയത്തിനുള്ളിൽ. നമ്മൾ ചർച്ചയിലേക്ക് തിരിച്ചു വന്നാൽ, ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, BJP പ്രതിനിധിയുടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, അതും ഏരിയ സെക്രട്ടറി, അവസരവാദിയാണോ എന്നറിയാൻ ഇത്രയും വർഷം ഈ പാർട്ടി എടുത്തു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ഒരു നേതാവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ആദ്യം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ജോയിയെക്കുറിച്ചാണല്ലോ BJPക്കാരുടെ വല്ലാത്ത കടന്നാക്രമണം. അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ വേര് പറിക്കുന്ന പ്രവർത്തനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് 2 പഞ്ചായത്തിൻ്റെ ഭരണം BJPക്ക് അവിടെ നഷ്ടപ്പെട്ടു. അത് മധു മുല്ലശ്ശേരിയെ വെച്ച് ആ ഓട്ട അടയ്ക്കാൻ പറ്റുമെന്നാണോ BJPക്കാർ ധരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നിലവിളിച്ചല്ലോ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി. അവരുടെ 2 കൗൺസിലർമാർ അവരുടെ രാജിവെച്ച സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. LDF ജയിച്ചു. സഖാവ് ജോയിയോട് വല്ലാത്ത സ്നേഹമായിരിക്കുമല്ലോ BJPക്കാർക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട്. പിന്നെ സഖാവ് ജോയിയെക്കുറിച്ച് കളവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ ഭൂരിപക്ഷം 1428 1-ാം സ്ഥാനമാണ്. ആ പഞ്ചായത്തിൽ 1-ാം സ്ഥാനമാണ് സഖാവ് ജോയിക്ക്. അതുകൊണ്ട് സഖാവ് ജോയിക്ക് ആ പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉള്ളപ്പോൾ അദ്ദേഹത്തെ നാട്ടിലെന്തോ കുഴപ്പമാണെന്നൊരു ദുരർത്ഥം ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡിലെ ഭൂരിപക്ഷം എത്രയാണ്? 128 വോട്ട്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് BJP പണ്ട് തൊട്ടേ മുൻതൂക്കമുള്ളൊരു പ്രദേശത്താണ്. പക്ഷേ നിങ്ങളുടെ ഭൂരിപക്ഷം കുറഞ്ഞ് എത്രയായി ഭൂരിപക്ഷം? ആ ഭൂരിപക്ഷം 20 വോട്ടായിട്ട് അവിടെ കുറച്ചു. അപ്പോൾ സഖാവ് ജോയി ബന്ധപ്പെട്ടിടത്ത് മെച്ചപ്പെട്ട നിലയാണ് LDFനുണ്ട് എന്ന ഞങ്ങളുടെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ സഖാവ് ജോയിയെ നാട്ടിലെ ആൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ തെരുവുകളിലൊക്കെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അലഞ്ഞു നടന്ന് പ്രവർത്തിക്കുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാവുകയൊക്കെ ചെയ്ത നേതാവാണ്. പിന്നെ മധു മുല്ലശ്ശേരി, അദ്ദേഹം ഏരിയ സെക്രട്ടറിയാണ്. ഒരു ഏരിയ സമ്മേളനം നടക്കുന്നു. ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 150 പ്രതിനിധികളാണ് ആ സമ്മേളനത്തിലെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. അത് LDFൻ്റെ ഒരു CPMൻ്റെ ഒരു പ്രക്രിയയാണ്. ഒരു ഏരിയ സമ്മേളനത്തിൽ 150 പ്രതിനിധികൾ ഏരിയ കമ്മിറ്റിക്കാരോട് വരുമ്പോൾ ഏതാണ്ട് 170 പേര് വരും. അവരാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. ആ കമ്മിറ്റിയാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഈ മധുവിന് കിട്ടിയില്ലേ, അതിന് ഉത്തരവാദിത്വം ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാണ്. അത് തീരെ മനസ്സിലായില്ല. അപ്പോൾ ആ കമ്മിറ്റിയിലെ ആളുകൾ സെക്രട്ടറി ആയിട്ട് സഖാവ് ജലീലിൻ്റെ പേര് പറയുന്നു. അവിടെ വോട്ടെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തോടൊപ്പം 3-4 പേര് നിൽപ്പുണ്ട്. ഇദ്ദേഹം അവസരവാദിയാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ 3-4 ഏരിയ കമ്മിറ്റി മെമ്പർമാരോടുണ്ട്. അപ്പം ആളാകെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആകെ വീറ്റോ ചെയ്തിട്ട് അല്ല, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായി. ആ പ്രക്രിയയിൽ ഒരാൾ പരാജയപ്പെട്ടു പോയാൽ, അല്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരു സ്ഥാനം വേണം എന്നൊന്നും CPMൽ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം അച്ചടക്കത്തോടെ പ്രവർത്തിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ വേറെ ആയിരിക്കും, ലക്ഷ്യങ്ങൾ വേറെ ആയിരിക്കും. അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു
അരുൺകുമാറിനോട് അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ നിങ്ങൾ ലൈവിൽ ആളുകളെ ചൂണ്ടേ കോർക്കുന്ന ആളാണല്ലോ, ലൈവിൽ നിങ്ങൾ ചൂണ്ടേ കോർത്തപ്പോൾ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ BJPയോടും കോൺഗ്രസിനോടും നേരിട്ട് വിലപേശിയിരുന്നു. അതെ അതെ. അപ്പോൾ ഏറിയ സമ്മേളനത്തിന് മുമ്പ് തന്നെ വിലപേശൽ പണി തുടങ്ങി. എന്തിനാണ് വിലപേശുന്നത്? അങ്ങനെ വിലപേശുമെന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ അടി കൊടുത്തല്ലേ പുറത്താക്കേണ്ടത്, തല്ല് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ മര്യാദയാണ്. ശരി, തല്ലത് കൊടുക്കണ്ട. താങ്ക് യു ശ്രീ അനിൽകുമാർ. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനൊരു കക്ഷിയാണ് BJP ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. ശ്രീ ശിവൻകുട്ടി, ഇങ്ങനൊരു ചർച്ച നടന്നിരുന്നു, കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്തു, വിലപേശി എന്നാണ് പറയുന്നത്. 30 സെക്കൻഡ്സ് സമയമുള്ളൂ. നമുക്ക് കോഴിക്കോട് ഒരു വലിയ വാർത്ത വരുന്നുണ്ട്, ആ വാർത്തയിലേക്ക് ഒന്ന് കയറണം. ശ്രീ ശിവൻകുട്ടി. ശ്രീ ശിവൻകുട്ടി, അങ്ങേക്ക് കേൾക്കാമോ? ശരിയൊരു ശബ്ദ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. താങ്ക് യു ശ്രീ ശിവൻകുട്ടി, താങ്ക് യു ശ്രീ അനിൽകുമാർ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.